സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലർ പ്രകാരം സഹകരണ സംഘങ്ങളിൽ താൽക്കാലിക നിയമനം നടത്താൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ട്. പിയൂൺ, അറ്റൻഡർ തസ്തികയിൽ അനധികൃതമായി നിയമനം നടത്തുന്നതിന് ഭരണസമിതി റാങ്ക് പട്ടിക തയ്യാറാക്കിയിരുന്നു. 2 റാങ്ക് പട്ടികയിലും ഒന്നിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ റാങ്ക് നൽകിയിട്ടുണ്ട്. റാങ്ക് പട്ടിക തയ്യാറാക്കിയതും ക്രമവിരുദ്ധമായിട്ടാണെന്ന് ഇതിലൂടെ വ്യക്തം. റാങ്ക് പട്ടികയിൽ നിന്നും മുൻഗണനാക്രമം പാലിക്കാതെ നിരവധി പേരെ നിയമിച്ചു. പിയൂൺ റാങ്ക് പട്ടികയിൽ 78 പേരെ ഉൾപ്പെടുത്തി. 54 വരെയുള്ള റാങ്കുകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയത്. 55 പേരെ ഉൾപ്പെടുത്തിയ അറ്റൻഡർ തസ്തികയുടെ റാങ്ക് പട്ടികയിൽ 40 വരെയുള്ള റാങ്കുകളെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളൂ. വൻ ക്രമക്കേടുകൾ നടത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ 2,65,00,000 രൂപ തട്ടിയെടുത്തത്. മുൻ DCC പ്രസിഡന്റ് പാലോട് രവി, ആനാട് ജയൻ, ബാങ്ക് പ്രസിഡന്റ് തേക്കട അനിൽ, ബ്ലോക്ക് പ്രസിഡന്റ് T. അർജുൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കല്ലയം സുകുമാരൻ എന്നിവരാണ് നിയമനത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയതെന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേരത്തെ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും പരാതിയും കൈമാറിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.